ബോബി ചെമ്മന്നൂർ പുതിയതായി ആരംഭിച്ച ഒരു സംരംഭമാണ് ബോച്ചെ ടോഡി പബ്ബ്. ഇത് വൈപ്പിനിലെ ഞാറക്കലിലാണ്. ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് തന്നെ ഈ കള്ള് ഷാപ്പ് തന്നെയാണ്. പിന്നെ സീ ഫുഡ് ഐറ്റംസ്, സാഹസിക ജല കായിക വിനോദങ്ങളുണ്ട്, കുട്ടികൾക്ക് കളിക്കാൻ പ്രത്യേക സ്ഥലങ്ങൾ, പിന്നെ വലിയ ആൾക്കാർക്ക് കളിക്കാനായിട്ട് ഗെയിംസും ഉണ്ട് അവിടെ. അങ്ങനെ മൊത്തത്തിൽ പീസ്ഫുൾ വൈബുള്ള ഒരു സ്ഥലം. എറണാകുളത്ത് നിന്നും ഞാറക്കലിലേക്ക് ഒരു 17 കിലോമീറ്റർ ദൂരമുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം കയറുമ്പോൾ അതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഓടാൻ നിൽക്കുന്ന ഒരു പ്രതിമയാണ്. ബ്ലഡ് ഡൊണേഷൻ്റെ അവയർനെസ്സിന് വേണ്ടി കേരള ഉടനീളം ഒരു മാരത്തോൺ വോക്ക് നടത്തിയത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അതാണിപ്പോൾ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഞങ്ങൾ ചെന്നത് 1 മണിയോടുകൂടിയായിരുന്നു. അപ്പോൾ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ റിസപ്ഷനിൽ പോയിട്ട് പറഞ്ഞപ്പോൾ അവർ നമുക്ക് സീറ്റ് റെഡിയാക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞു. ആ സമയം കൊണ്ട് അവിടുത്തെ ചുറ്റുപാടുകളൊക്കെ നമുക്ക് കണ്ടു നടക്കാം. പിന്നെ എൻട്രൻസിൽ ഇരിക്കുന്നത് കള്ള് ചെത്താനായിട്ട് കയറുന്ന ബോബി ചെമ്മന്നൂറിനെയാണ്. അപ്പോൾ അതൊരു രസകരമായ ഒരു പ്രതിമയായിരുന്നു. ആ സമയത്ത് അവിടുത്തെ മെനൂസൊക്കെ കണ്ടു. ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഫിഷുകളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫിഷ് പിക്ക് ചെയ്തിട്ട് വറക്കാനോ പൊരിക്കാനോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള സീ ഫുഡ് പ്ലാറ്റയാണ് കാണുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് ഇവിടുത്തെ ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പം ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത പറയുന്നത് ഫിഷിംഗ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള സമയം എത്ര വേണേലും ഫിഷിങ് ഇവിടെ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇവിടെ ഫ്രീ ആയിട്ട് ബോട്ടിങ്ങും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് അതിനും വേണമെങ്കിൽ കയറാം. ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. അപ്പം ഞങ്ങൾ അവിടെ പോയി ഇരുന്നു. സമയം കഴിയും തോറും ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഗെയിംസൊക്കെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ വേണ്ടി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെയാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ അവരുടെ കിച്ചണൊക്കെ ഒന്ന് ദൂരെ നിന്നൊന്ന് ഷൂട്ട് ചെയ്തു. അപ്പോഴേക്കും ഞങ്ങളുടെ കള്ളൊക്കെ വന്നു. ഞങ്ങൾ ആദ്യമേ ബീഫ് റോസ്റ്റും ചെമ്മീൻ റോസ്റ്റും പാൽക്കപ്പയാണ് വാങ്ങിച്ചത്. ഞങ്ങൾ ഇതുവരെ പാൽക്കപ്പ കഴിച്ചിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. തിരുതയുടെ കറിയും പിന്നെ ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഇടുക്കി ഗോൾഡുമായിരുന്നു. കള്ള് കുടിച്ചപ്പോൾ എനിക്കൊരു മത്ത് പോലെ തോന്നിയായിരുന്നു. കാരണം നമ്മൾ സാധാരണ കള്ള് കുടിക്കുന്ന ടേസ്റ്റ് അല്ലായിരുന്നു. എന്തോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്. പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇടുക്കി ഗോൾഡിന് നല്ല എരിവുണ്ടായിരുന്നു. എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാം ഹെവി സ്പൈസി ഫുഡുകളാണ്. ഫുഡെല്ലാം കഴിച്ച് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേക്കും നിറയെ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം ക്യൂവിലാണ്. എന്തായാലും എരിവ് മാറ്റാനായിട്ട് അവിടെ ഐസ്ക്രീം ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ ഐസ്ക്രീമും കുറച്ച് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഐസ്ക്രീമും കഴിച്ചുകൊണ്ട് പോകാനായിട്ട് ഞങ്ങൾ നടന്നു നീങ്ങി. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വിശാലമായ കാർ പാർക്കിംഗ് ആണ് കേട്ടോ. ഒരുപാട് ആൾക്കാർക്ക് വന്നാലും അഫോർഡ് ചെയ്യാൻ പറ്റിയൊരു കാർ പാർക്കിംഗ് അവിടെ ഉണ്ട്.
വൈപ്പിനിലൂടെയുള്ള യാത്ര അതിമനോഹരമാണ്. കാരണം ഇരുവശങ്ങളിലും മനോഹരമായ കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക് യു.